ഞങ്ങൾ നശിച്ചു പോകും കർത്താവേ. കൂടുതലും ലോകത്തിൻ്റെ ശബ്ദമാണ്, പല വാഗ്ദാനങ്ങളാണ് ഞങ്ങൾ കേൾക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ഞങ്ങൾ ശക്തി പ്രാപിപ്പാൻ, ഞങ്ങളുടെ മനസ്സിനും അന്തരാത്മാവിനും ശക്തി ലഭിപ്പാൻ അങ്ങ് ഇടവരുത്തണമേ എന്ന് ഞങ്ങളങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഏകദേശം 8:45 മണിയായി. ഞാനൊരു പരീക്ഷയുടെ ഘട്ടത്തിലാണ് ഇവിടെ ആയിരിക്കുന്നത്. കാരണം 4 മണിക്ക് വന്ന ആളുകളും ഇവിടെ ഉണ്ട്. മാത്രമല്ല പലർക്കും സമയത്തിന് വീട്ടിൽ പോകേണ്ടതായിട്ടുമുണ്ട്. അതുകൊണ്ട് ആ പരീക്ഷണ ഘട്ടത്തിൽ ഞാനൊരു സെക്ഷൻ പ്രത്യേകിച്ച് സഭയ്ക്ക് നേരിട്ടതായ പീഡകളെക്കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് അതിനെ ഞാൻ മാറ്റിവെച്ചിട്ട് പെട്ടെന്ന് സബ്ജക്റ്റിലേക്ക് വരാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. അതിനു മുമ്പായി ഈ പ്രിയപ്പെട്ട സദസ്സിലിരിക്കുന്ന പ്രിയ അച്ഛന്മാർക്കും പ്രത്യേകിച്ച് ഈ കൺവെൻഷൻ്റെ കമ്മിറ്റി അംഗങ്ങളായിരിക്കുന്ന ചുമതലയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും വളരെ ത്യാഗത്തോടുകൂടി കൊയർ ഗാനങ്ങൾ നൽകി നമ്മളെ അനുഗ്രഹിക്കുന്ന ഈ കൊയർ സംഘത്തിനും വളരെ ആവേശത്തോടുകൂടി ദൈവവചനം കേൾക്കുവാൻ വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നവർക്കും കർത്തൃനാമത്തിൽ ഞാൻ വീണ്ടും നന്ദി അറിയിക്കുന്നു. എനിക്ക് ഈ സന്ദർഭം തന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ക്രൂശിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കാനാണ് ഇപ്പോൾ ഞാൻ ശ്രമിക്കുന്നത്. പഴയ നിയമ ഈ ചരിത്രത്തിലൂടെ എങ്ങനെ ക്രൂശിലേക്ക് വന്നു എന്നും എത്തിച്ചേർന്നു എന്നും അതെങ്ങനെ മാന്യതയുള്ള ഒന്നായി തീർന്നു എന്നും ഞാൻ ചിന്തിക്കാനാണ് ശ്രമിച്ചത്. ഡയറക്റ്റായിട്ട് ഞാൻ വേദപുസ്തകത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 34-ാം വാക്യം, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ക്രൂശ് എന്ന് പറയുന്നത് ഒരു എക്സ്പീരിയൻസാണ്. നമ്മുടെ മനസ്സിനകത്തെ ചിന്ത ആ ഒരു നിലയിൽ നിൽക്കണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. ഒരു മരക്കഷ്ണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലുള്ള രൂപങ്ങളോ ഒന്നുമല്ല. ക്രോസ് ഈസ് ആൻ എക്സ്പീരിയൻസ്. ഈ പദത്തിൽ നിന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് തന്നെത്താൻ ത്യജിക്കുക, റിനൗൺസിയേഷൻ എന്ന് പറയും. ഹിന്ദു മത തത്വം അനുസരിച്ച് റിനൗൺസ് ചെയ്യുക, എന്തോ ഒക്കെ നമ്മൾ ഉപേക്ഷിക്കുകയും എന്തോ ഒക്കെ നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരനുഭവമാണ് ക്രൂശ് എന്ന് പറയുന്നത്. അതിനെ ചൊല്ലി അതിനോട് ഉപോത്ബലകമായ മറ്റ് പല പദങ്ങളും വാക്യങ്ങളും വേദപുസ്തകത്തിലുണ്ട്. മത്തായി സുവിശേഷം 16-ാം അധ്യായം 24-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ഇതിനോട് ചേർന്ന ഭാഗമാണ് മത്തായി സുവിശേഷം 11-ാം അധ്യായം 29-ാം വാക്യം, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവും ആകുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. നുകമേൽക്കുക. പഴയ കാല ചരിത്രത്തിൽ വണ്ടിയും കാളയും ഉണ്ടായിരുന്ന വീടുകൾ ഉള്ളവർക്ക് അറിയാം എന്താണ്. ആ കാള തലതാഴ്ത്തി കൊടുക്കുന്നത് പോലെ ആ വണ്ടി ഓടിക്കുന്ന അല്ലെങ്കിൽ ചക്കട വണ്ടി ഓടിക്കുന്ന കാളവണ്ടിക്കാരന് കാള എങ്ങനെയാണ് നുകത്തിൽ തലതാഴ്ത്തി കൊടുക്കുന്നോ അതുപോലെ തലതാഴ്ത്തി കൊടുക്കുന്ന ഒരു അനുഭവമാണ് ക്രൂശ് എടുക്കുക എന്ന് പറയുന്നത്. നാം ചരിത്രം പഠിക്കുമ്പോൾ ക്രൂശിനെ വ്യത്യസ്തമായ അനുഭവങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ചില സമയത്ത് നമ്മൾ ക്രോസ് എന്ന് പറയുന്നത് ടെറിഫൈഡ് ക്രോസ്, ചില സമയത്ത് നമ്മൾ ക്രോസിനെ കാണുമ്പോൾ ഗ്ലോറിഫൈഡ് ക്രോസ്. കുരിശ് എവിടെ ഉപയോഗിക്കുന്നു എന്നതിൻ്റെ അർത്ഥത്തിനനുസരിച്ചായിരിക്കും, അല്ലെങ്കിൽ അത് എവിടെ ഉപയോഗിക്കുന്നു എന്നതിനെക്കുറിച്ചായിരിക്കും അതിൻ്റെ അർത്ഥം നമ്മൾ കാണാനായിട്ട് ശ്രമിക്കുന്നത്. പണ്ട് വില്ലേജുകളിൽ ഒരു വണ്ടി വരുമ്പോൾ നമ്മൾ നോക്കി നിൽക്കും. അതിലൊരു ക്രൂസ് അടയാളം ഉണ്ടായിരിക്കും, നീണ്ട വണ്ടി. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മെഡിക്കൽ കോളേജിൽ നിന്ന് പ്രേതം കൊണ്ടുവരുന്ന വണ്ടിയാണ്. മെഡിക്കൽ സ്റ്റോറിൻ്റെ അവിടെ പോകുമ്പോൾ പച്ച നിറത്തിലുള്ള ക്രൂശ് കാണുന്നു. നമുക്ക് മനസ്സിലാക്കും അത് മെഡിക്കൽ സ്റ്റോറാണ് എന്ന് മനസ്സിലാക്കും. മാത്രമല്ല യാത്ര ചെയ്യുമ്പോൾ ചില സമയത്ത് കുറച്ച് ക്രൂശുകൾ ഇങ്ങനെ ഭൂമിയിൽ കാണും. അത് നമ്മൾ മനസ്സിലാക്കുന്നു അവിടെ ആരെയോ ക്രിസ്ത്യാനികളെ അടക്കം ചെയ്തിരിക്കുന്നു. അതൊരു കെട്ടിടത്തിൻ്റെ മുകളിലാവുമ്പോൾ നമ്മൾ വിചാരിക്കും
ഇത് ഒരു പള്ളിയാണ്, ഒരു ആരാധന സ്ഥലമാണ്. എന്നെപ്പോലുള്ള വ്യക്തിയുടെ കഴുത്തിൽ അത് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും ഇതൊരു വിശപ്പാണ്. അതുകൊണ്ട് ക്രൂശ് എവിടെയാണ്, അത് താലിയിൽ വരുമ്പോൾ, മോതിരത്തിൽ വരുമ്പോൾ, അത് എവിടെയാണ് ഉപയോഗിക്കുന്നോ അതനുസരിച്ചായിരിക്കും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാനൊരിക്കലും പള്ളിയിൽ പ്രസംഗിക്കാനായിട്ട് പോയപ്പോൾ 1-2 യുവാക്കൾ എന്നെ പരിചയപ്പെടുത്തി. ഒരു മനുഷ്യൻ ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. ആ യുവാക്കൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇദ്ദേഹമാണ് ഞങ്ങളെ പള്ളിയിലെ ക്രൂശ്. അർത്ഥം വേറെയാണ്. ചിലർ പറയും വീട്ടിൽ സ്വസ്ഥതയില്ലാത്ത അന്തരീക്ഷത്തിൽ അവർ പറയും ഈ ക്രൂശെന്ന് മാറിപ്പോയെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേനെ, എൻ്റെ അമ്മാവി അമ്മയാണ് എൻ്റെ ക്രൂശെന്ന് പറയും. ഇപ്പം ഞങ്ങൾക്കൊരച്ഛൻ വന്നിട്ടുണ്ട്, അതൊരു ക്രൂശാണ്. അപ്പം ഇങ്ങനെ പല രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ച്, ചിന്തിക്കുന്നതിനനുസരിച്ച് ക്രൂശിന് വ്യത്യസ്ത അർത്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അറിഞ്ഞോ അറിയാതെയോ ഇത്തരത്തിലുള്ള അർത്ഥങ്ങൾ നമ്മൾ കണ്ടെത്തുന്നു. ക്രൂശെന്ന് പറയുന്നത് കഠിനമായ വേദനയാണ്, അപമാനമാണ്, കഠിനമായ ശോധനയാണ് എന്ന അർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടി വരും. അങ്ങനെയുള്ള അവസരങ്ങളെ ക്രൂശിൻ്റെ അനുഭവമായിട്ട് നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കും. ഞാൻ ഒരിക്കലും എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ താമസിച്ചു കൊണ്ടിരുന്നപ്പോൾ രാവിലെ ഒരാൾ വന്ന് ഒരു പാര കൊണ്ടുവന്ന് അടിക്കുകയാണ്. ഈ ശബ്ദം കേട്ടിട്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ അദ്ദേഹം വിളിച്ച് പറയുകയാണ്, ഇവനാണ് എൻ്റെ ക്രൂശ്, ഇവനാണ് എനിക്ക് ദ്രോഹം ചെയ്തത്. കാരണം തൻ്റെ പിതാവിൻ്റെ കല്ലറയിൽ ഇരിക്കുന്ന ക്രൂശിനെ അടിച്ച് പൊട്ടിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, അങ്ങ് താഴെ എവിടെയെങ്കിലും അടക്കം നടത്തിയിരുന്നുവെങ്കിൽ ഈ ഭൂമി എനിക്ക് ഉപയോഗിക്കാമായിരുന്നു. ആ റോഡിലൊരു വീട് വയ്ക്കുന്നതിനോ ആ റോഡ് സൈഡിലൊന്നും ജീവിക്കുന്നതിനോ ഒരു കട വയ്ക്കുന്നതിനോ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഈ കിടക്കുന്ന എൻ്റെ ക്രൂശ്. അദ്ദേഹം ആ ക്രൂശിനെ അടിച്ച് പൊട്ടിച്ചപ്പോൾ അല്പം മനസമാധാനം വന്നിട്ട് തിരിച്ചു പോയി. ഇങ്ങനെ പല അർത്ഥത്തിൽ നമ്മൾ ക്രൂശിനെ ഉപയോഗിക്കുന്നു. ചില സന്ദർഭത്തിൽ ക്രോസ് ഈസ് എ സിംബൽ ഓഫ് ഷെയിംഫുൾനെസ്. യഹൂദന്മാർ കല്ലെറിഞ്ഞു കൊല്ലും, റോമാക്കാർ വിദേശികൾക്കും അടിമകൾക്കും പൗരസ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടവർക്കും ക്രൂശീകരണം നൽകും, ഫെനീക്യരും പേർഷ്യരും ക്രൂശ മരണം നൽകിയെന്ന് നമ്മൾ ചരിത്രത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിന് പല വകഭേദങ്ങളുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ടീ രൂപത്തിലുള്ള ക്രോസ് കുരിശുണ്ട്, അതുപോലെ ഗുണരൂപത്തിലുള്ള ക്രൂശുണ്ട്, അധിക രൂപത്തിലുള്ള ഒരു ക്രൂശുണ്ട്. ഒരു പള്ളിയിൽ നല്ല വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തി ക്രൂശിനെക്കുറിച്ച് പഠിച്ചിട്ട് യേശു ടീ ഷേപ്പിലുള്ള ക്രോസിലാണ് മരിച്ചതെന്ന് അദ്ദേഹം ആരാധനാ സമയത്ത് ദുഃഖവെള്ളിയാഴ്ച പ്രസംഗിക്കുകയുണ്ടായി. ഭയങ്കര പ്രശ്നമായി. അവർ വിചാരിച്ചിരുന്നു അധിക നിറത്തിലുള്ള അധിക ചിഹ്നത്തിൻ്റെ പ്ലസ് രൂപത്തിലുള്ള ക്രൂശിലാണ് മരിച്ചതെന്ന്. ഭയങ്കര പ്രശ്നമായ അദ്ദേഹത്തിനെതിരായിട്ട് ആളുകൾ വഴക്കുണ്ടാക്കി. തുറന്ന് 4-5 ദിവസം ഈ വഴക്ക് നീണ്ടു നിന്നു. അതിനെ ഒന്ന് ശമിപ്പിക്കാനായി അച്ഛൻ പഠിച്ച പണി 18 നോക്കി ഒടുവിൽ തനിയെ അങ്ങ് നിന്നുപോയി എന്ന് മനസ്സിലാക്കുന്നു. പലതരത്തിലുള്ള ക്രൂശുണ്ട്. ടീ രൂപം, അധികത്തിൻ്റെ ചിഹ്നം രൂപത്തിൽ, ഗുണന ചിഹ്നത്തിൽ, അങ്ങനെയുള്ള ക്രൂശുകളുണ്ട്. ജോസിഫസ് പറയുകയാണ്, AD 66 ഗയൂസസ് ഫ്ലോയ്സ് എന്ന റോമൻ ദേശാധിപതി ചില യഹൂദന്മാരെ മർദ്ദിക്കുകയും ക്രൂശിക്കുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ജൂയിഷ് വാർ വോളിയം 2. സിസറോ അടിമകൾക്ക്, ക്രൂരന്മാരായ അക്രമികൾക്ക്, വിദേശികൾക്ക്, താണവർഗത്തിൽപ്പെട്ടവർക്ക് ഇവർക്ക് ക്രൂശ് മരണം വിധിച്ചു എന്ന് മനസ്സിലാക്കുന്നു. ഫ്ലൂട്ടാർക്ക് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുകയാണ്, മരണശിക്ഷയ്ക്ക് വിധേയപ്പെട്ടവർ ക്രൂശ് ചുമക്കണമെന്നുള്ള പാരമ്പര്യം ഉണ്ടായിരുന്നു എന്ന് ഈ ചെറിയ വിവരണത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഹോൾമാൻ ഹണ്ട് എന്ന് പറയുന്ന ഒരു പ്രശസ്ത ചിത്രകാരനുണ്ട്. അദ്ദേഹം യേശുവിൻ്റെ രൂപം വരയ്ക്കാനായി ശ്രമിച്ചു. പകൽ മുഴുവനും ജോലി ചെയ്തിട്ട് ക്ഷീണിച്ച് ചുവരോട് ചാരി നിൽക്കുന്ന ആ യേശുവിൻ്റെ രൂപം സായങ്കാല സൂര്യൻ്റെ പ്രകാശം ആ ശരീരത്തോട്ട് പതിച്ചപ്പോൾ ഒരു ചുവരിൽ ക്രൂശിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. മറിയ ആ പ്രത്യക്ഷതയെ നോക്കി ദുഃഖത്തോടുകൂടി ഇരിക്കുകയാണ്. നിങ്ങൾ ഓൺലൈനിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇതേ ചിത്രം ഈ രീതിയിൽ കിട്ടും. അപ്പോൾ വളരെ ദുഃഖത്തോടുകൂടി ഇരിക്കുകയാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് എന്ന് പറയുന്നത് കാൽവരി ക്രൂശിൽ സംഭവിച്ച കാര്യമല്ല. എ ക്രോസ് ഇൻ ഹിം, എ ക്രോസ് വിത്ത് ഹിം, എ ക്രോസ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം, എ ക്രോസ് ബിഹൈൻഡ് ഹിം. തൻ്റെ ജീവിതത്തിൽ മൊത്തമായി ഈ ക്രൂശ് പിന്തുടർന്നു കൊണ്ടിരുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. പ്രസവിച്ചപ്പോൾ ഒരു നല്ല ഇടം കൊടുക്കാൻ സാധിക്കാത്തതും, കുഞ്ഞിനെ വളർത്തിയെടുക്കാൻ പറ്റാതെ അവിടം വിട്ട് ഓടിയതും, പലതരത്തിലുള്ള പ്രതിസന്ധികൾ സഹിച്ചതും,
ഈ ക്രൂശ് ഇങ്ങനെ തുറന്നുകൊണ്ടേയിരുന്നു. മരുഭൂമി പോയി പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥന തടസ്സപ്പെടുത്തിയതും, ഗതശമയെ പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാക്കിയതും, ക്രൂശിൽ തറച്ചിരിക്കുക, ക്രൂശിൻ്റെ ഫുൾഫിൽമെൻറ്റ്, അത് പൂർത്തീകരണത്തിന് മുമ്പായി അവസാനിപ്പിക്കാനായി ക്രൂശിൽ കിടന്ന കള്ളൻ യേശുവിനോട് സംസാരിച്ചതും, ക്രൂശിൽ നിന്ന് ഇറങ്ങി വരാൻ പറഞ്ഞതും, ഇങ്ങനെ ക്രൂശ് തുടർന്നുകൊണ്ടേയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ശിഷ്യന്മാരടുത്ത് പറഞ്ഞത്, ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി തിങ്. നിങ്ങളെന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച്, യേശുവിൻ്റെ ക്രൂശ് നിങ്ങൾ എടുക്കണ്ട, തന്നെത്താൻ ത്യജിച്ച് നിങ്ങളുടെ ക്രൂശെടുത്തും കൊണ്ട് യേശു ക്രിസ്തുവിനെ അനുഗമിക്കണം എന്നുള്ള കാര്യം ഈ വേദഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനേ സാധിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിൽ തന്നെ ഹെരോദാവ് 2 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊന്നുകളഞ്ഞു, ആളയച്ച് കൊന്നു എന്നാണ് പറയുന്നത്. മത്തായി സുവിശേഷം രേഖപ്പെടുത്തിയിട്ടുണ്ട്, റാഹേൽ മക്കളെ ചൊല്ലി കരഞ്ഞു, റാഹേലിൻ്റെ കല്ലറ പോലും കരഞ്ഞുപോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. അത്രമാത്രം വലിയ അനുഭവം യേശുക്രിസ്തുവിനെ പിന്തുടർന്നു കൊണ്ടിരുന്നു എന്നാണ് നാം വായിക്കുന്നത്. അതുകൊണ്ട് ഉടനീളം തൻ്റെ പ്രഭാഷണങ്ങളിലും തൻ്റെ പ്രസംഗങ്ങളിലും ഈ ക്രൂശിനെ പറ്റി പറയുകയാണ്. എനിക്കൊരു ക്രൂശ് വഹിക്കാനുണ്ട്, മറ്റൊരു ഭാഷയിൽ എനിക്കൊരു സ്നാനമേൽക്കാനുണ്ട്, ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കുന്നു, അത് നിങ്ങളും എടുക്കേണ്ടതാണ്, നിങ്ങൾക്കും അത് പറ്റും എന്നുള്ള ആ ദൂത് ശിഷ്യന്മാരെടുത്ത് പറഞ്ഞുകൊണ്ടേയിരുന്നു. പലപ്പോഴും അവർക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിനക്കങ്ങനെ ഭാവിക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ യേശു പത്രോസിനെ സാത്താനെ എന്ന് വിളിക്കേണ്ടതായിട്ടും വന്നു. അപ്പോൾ ക്രൂശ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കില്ല. നമ്മളെല്ലാവരും വന്നത് ക്രൂശ് വേണ്ട, ക്രൂശ് വേണ്ട എന്ന് പറയാനാണ്. നമ്മുടെ പ്രസംഗങ്ങളും എല്ലാം ക്രൂശ് വേണ്ട എന്നുള്ളതാണ്. തലവേദന വേണ്ട, ഭാരം വേണ്ട, കടം വേണ്ട, കഷ്ടപ്പാട് വേണ്ട, ക്രൂശേ വിടാ എന്ന് പറയുവാനാണ് നമ്മളെല്ലാവരും വന്നത്. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ക്രൂശ് നീ എടുക്കണം, ക്രൂശ് നീ ധരിക്കണം, ക്രൂശ് നീ അനുഭവിക്കണം. നിൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്, സഭയുടെ പോക്കെന്ന് പറയുന്നത് ക്രൂശ് എടുത്തുകൊണ്ട് ഒരു പോക്കാണ്. അതുകൊണ്ട് വേണ്ട വേണ്ട എന്ന് പറയുവാനല്ല, ക്രൂശിനെ സ്വീകരിക്കുവാനുള്ള ശക്തി ഉണ്ടാകണം. അതുകൊണ്ട് യേശു ജനത്തോട്, പ്രത്യേകിച്ച് ശിഷ്യന്മാരോട് ഈ ക്രൂശിനെക്കുറിച്ച് ഉറപ്പിച്ചു പറഞ്ഞു എന്ന് നാം ദൈവത്തിൻ്റെ വചനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആ ക്രൂശിൻ്റെ യഥാർത്ഥ ഒരു വിവരണം ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, മനുഷ്യ സദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് he denied himself, he emptied himself, he denied himself, he renounced his power. തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ ഒഴിച്ച് താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണയുള്ളവരായിരുന്നു എന്ന് നാം വായിക്കുന്നു. അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി സകല നാമത്തിന് മേലായ നാമം നൽകി. പിതാവിനോട് കൂടെയുള്ളവൻ, പിതാവിന് തുല്യതയുള്ളവൻ, സ്വർഗത്തിലും സ്വർഗത്തിലും ഒതുങ്ങാത്ത സാന്നിധ്യം, കേവലം ഒരു ശിശുവായി ഒരു സ്ത്രീയുടെ ഗർഭാശയത്തിൽ ഒതുങ്ങി എന്ന് പറയുന്നത് തന്നെ ആ ക്രൂശിൻ്റെ സ്വീകരണത്തിൻ്റെ ഡീപ്നെസ്, അതിൻ്റെ ആഴം എന്തുമാത്രം വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാനേ സാധിക്കും. അത്രമാത്രം താഴ്ത്തിയ ഒരു അനുഭവം നമുക്ക് യേശുവിൻ്റെ ജീവിതത്തിലൂടെ കാണാനായിട്ട് സാധിക്കും. വീണ്ടും നമ്മൾ ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ 1 കൊരിന്ത്യർ 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ വായിക്കുന്നു, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ക്രൂശിനെ കുറിച്ച് പറയുമ്പോൾ മറ്റുള്ള ചിന്തിക്കും, ദിസ് ഈസ് ഫൂളിഷ്നെസ്, ഇത് മടത്തരമാണ് എന്ന് ചിന്തിക്കും. അവർ തൻ്റെ ജ്ഞാനം കൊണ്ട് ചിന്തിക്കാനായി ശ്രമിക്കും. ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യും. വീണ്ടും നമ്മൾ വായിക്കുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. 23-ാം വാക്യം, യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വവും വിളിക്കപ്പെട്ട എല്ലാവർക്കും ദൈവശക്തിയും. അതുമാത്രമല്ല, ബലമുള്ളതിനെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഒരിക്കൽ ഇഷ്ടപ്പെടാതിരുന്ന, ഒരിക്കൽ മാറ്റി നിർത്തിയിരുന്ന, ഒരിക്കൽ മാന്യമല്ല എന്ന് പറഞ്ഞിരുന്ന ആ ക്രൂശിൽ യേശുവിൻ്റെ ശരീരം തൊട്ടപ്പോൾ, യേശു അതിനെ സ്പർശിച്ചപ്പോൾ, യേശുവിൻ്റെ കരങ്ങൾ അതിന് നൽകപ്പെട്ടപ്പോൾ, യേശുവിൻ്റെ സാന്നിധ്യത്തിൽ അത് സമ്പൂജ്യമായി തീർന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റുള്ളവർക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അവർ പറയുന്നത് ഇറ്റ് ഈസ് ഫൂളിഷ്നെസ്, ഇത് മടത്തരമാണ്, ഇത് തെറ്റാണ് എന്നവർ ചിന്തിക്കുമ്പോൾ യേശു ക്രിസ്തു അതിൽ സ്പർശിച്ചതുകൊണ്ട് ഇറ്റ് ഈസ് സംതിങ് ഗ്രേറ്റ്. ഇറ്റ് ഈസ് ദ പവർ ഓഫ് ഗോഡ്. ക്രോസ് ഈസ് ദ പവർ ഓഫ് ഗോഡ്. നമ്മുടെ സഭാജീവിതത്തിൻ്റെ സെൻട്രാലിറ്റി എന്ന് പറയുന്നത്
നമ്മുടെ വിശ്വാസത്തിൻ്റെ സെൻട്രൽ പോയിൻ്റ് എന്ന് പറയുന്നത്, നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് ക്രോസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആണ്. അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രധാന മുഖ്യ കണ്ണിയെന്ന് നാം എല്ലാവരും മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പൗലൂസ് പറയുന്നത്, ഫോർ മീ ഇറ്റ് ഈസ് ദ പവർ ഓഫ് ഗോഡ്. ഇത് എനിക്ക് പവറുള്ളതാണ്, ഇതെനിക്ക് ശക്തിയുള്ളതാണ്, ഇതെനിക്ക് ബലമുള്ളതാണ്, ഇതെനിക്ക് നന്മ തരുന്നതാണ് എന്നുള്ള ആ ചിന്തയും ധ്യാനവും പൗലൂസിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വീണ്ടും നമ്മൾ ചിന്തിക്കും, ക്രോസ് ഈസ് അവർ പ്രസ്റ്റീജ്. എൻ്റെ അഭിമാനമാണ് ഈ ക്രൂശ് എന്ന് പറയുന്നത്. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിന് വേണ്ടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എപ്പോഴാണ് ക്രൂശ് ചരിത്രത്തിൽ ഉള്ളതായതെന്ന് നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നു. മറ്റു ഭാഗങ്ങളിൽ ഞാൻ വിട്ടു. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി അദ്ദേഹം മാൾവിയൻ ബ്രിഡ്ജ് യുദ്ധത്തിൽ AD 312 ജയിച്ചു. അതോടുകൂടി സഭാചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം തുറന്നു. യുദ്ധത്തിൻ്റെ തലേ ദിവസം നട്ടുച്ചയ്ക്ക് ആകാശത്ത് അങ്ങനെ നോക്കി അദ്ദേഹം യുദ്ധത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടു, റൂസിൻ്റെ രൂപം പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ടൊരു അശരീരി കേട്ടു, നീ ഇതിനാൽ ജയിക്കുക എന്ന്. പെട്ടെന്ന് അദ്ദേഹം പടയാളികളടുത്ത് പറഞ്ഞു, ഈ യുദ്ധത്തിൽ നിങ്ങളെല്ലാവരും ക്രൂശ് ധരിച്ചുകൊണ്ട് യുദ്ധം ചെയ്യണം. ഈ ക്രൂശ് ധരിച്ചുകൊണ്ടുള്ള യുദ്ധത്തിൽ അദ്ദേഹം വിജയശ്രീ ലാളിതനായി. അപ്പോൾ അദ്ദേഹം ഈ സഭയ്ക്ക് ക്രൂശിന് മാന്യത നൽകപ്പെട്ടു. ഒഫീഷ്യലായിട്ട് ക്രൂശ് അടയാളം സഭയുടെ അടയാളമായി മാറി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാറി 10 രാജാക്കന്മാർ സഭയെ പീഡിപ്പിച്ചു കൊണ്ടേയിരുന്നു. ഞാൻ ആ ചരിത്രം വായിക്കുമ്പോൾ വേദനിച്ചു പോകും. 2 സ്ത്രീകൾ, ഒരു സ്ത്രീ ഗർഭിണിയും ഒരു സ്ത്രീ കൈക്കുഞ്ഞും. ഈ സ്ത്രീകൾ യേശുക്രിസ്തുവിൻ്റെ വിശ്വാസം സ്വീകരിച്ചപ്പോൾ ഇവരെ കുറേ നാൾ ജയിലിലാക്കിയതിന് ശേഷം സിംഹത്തിൻ്റെ മുമ്പ് ഇട്ട് കൊടുത്തു. ആ ഗർഭിണിയെ ആ സിംഹം ഇങ്ങനെ 2ആയിട്ട് വലിച്ചു കീറി. ഗർഭാശയത്തിൽ കിടന്ന കുഞ്ഞ് പുറത്തു വന്നു. മാത്രമല്ല, കൈക്കുഞ്ഞിനെ ആദ്യം സിംഹം തിന്നു. ആഹാരം കൊടുക്കാതെ സിംഹത്തെ ഇട്ട്, അതായത് മനുഷ്യനെ കൊല്ലുന്ന, സിംഹത്തെ വിട്ട് മനുഷ്യനെ കൊല്ലുന്ന വ്യവസ്ഥിതി. ഇതുപോലുള്ള അനേകം കാര്യങ്ങൾ, അനേകം പ്രവൃത്തികൾ, ദുഃഖിക്കുന്ന പ്രവൃത്തികൾ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ അനേകരെ ഉപദ്രവിച്ച്, സഭയെ ഉപദ്രവിച്ച് കൊണ്ടിരിക്കുന്ന ഈ ക്രൂശിനെ ചൊല്ലി, യേശുവിനെ ചൊല്ലി ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇനി എന്ത് എന്ന് സഭ പ്രാർത്ഥിക്കുകയുണ്ടായി. ഞങ്ങൾ എത്രത്തോളം കഷ്ടം സഹിക്കും എന്ന് സഭ പ്രാർത്ഥിക്കുകയുണ്ടായി. വറുത്ത് കൊല്ലുക, എണ്ണയിൽ വറുത്ത് കൊല്ലാൻ ശ്രമിച്ചു. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം എഴുതിയ യോഹന്നാനെ ആദ്യം തിളച്ച എണ്ണയ്ക്കകത്തിട്ടു, മരിക്കുന്നില്ല. വീണ്ടും പാമ്പിൻ്റെ വിഷം കുടിപ്പിച്ചു, മരിക്കുന്നില്ല. കോപാകുലന്റെ രാജാവ് അദ്ദേഹത്തെ പത്മദ്വീപിലേക്ക് നാടുകടത്തി. അവിടെ പോയി മരിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ രാജാവിടെ മരിക്കുകയും പത്മദ്വീപിൽ നിന്ന് അദ്ദേഹം തിരിച്ചു വരികയും ചെയ്തു എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. ക്രോസ് ഈസ് അവർ പ്രസ്റ്റീജ്, ക്രോസ് ഈസ് ദ പവർ ഓഫ് ഗാഡ്. വീണ്ടും പറയുന്നത്, ക്രോസ് ഈസ് എ സിംബൽ ഓഫ് റിക്കൺസിലിയേഷൻ. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെക്കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും അവന് പ്രസാദം തോന്നി. ദുഷ്പ്രവർത്തികളാൽ മനസ്സ് തകർന്ന, വളരെ ദൂരത്തിലായിരുന്ന മനുഷ്യരെ തമ്മിൽ യോജിപ്പിക്കുന്ന നിരപ്പിൻ്റെ പ്രവൃത്തി ക്രൂശിലൂടെ നൽകി എന്ന് നാം ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നു. 2 കൊരിന്ത്യർ 5:18. അതിനൊക്കെയും ദൈവം കാരണഭൂതൻ, അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ വേദഭാഗത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സഭയിൽ നിരപ്പില്ലേ, ഗ്രൂപ്പ് വേണ്ട എന്ന് പറഞ്ഞില്ല. ദാറ്റ് ഈസ് പോസിറ്റീവായിരിക്കണം, സ്നേഹത്തിലായിരിക്കണം, സാഹോദര്യത്തിലായിരിക്കണം. ആശയത്തിന് വ്യത്യാസമുണ്ട്. ആശയം ശരീരത്തിൽ ചെന്ന് പതിക്കേണ്ട ഒന്നല്ല. സഭയ്ക്കകത്താണ് നമ്മളായിരിക്കുന്നത്. വളരെ ശ്രദ്ധിക്കണം. നമ്മളെല്ലാം പലരെയും കുറ്റം പറയും, അച്ഛന്മാർ ശവശരീരം വെച്ചുകൊണ്ട് അടിക്കുന്നത് കാണുന്നുവെന്ന്. പലർക്കും പേടിയാണ്. ഇന്നത്തെ സഭയുടെ സാഹചര്യം, ഈ ഇടങ്ങളിലുള്ള സഭയുടെ സാഹചര്യം ചിന്തിച്ചാൽ തമ്മിലടിക്കുകയാണ്. നോർത്ത് ഇന്ത്യയിലും മറ്റു സ്ഥലങ്ങളിലും മറ്റുള്ളവർ കയറിയടിക്കുകയാണ്. ഇപ്പം വേറെ ആരും വെളിയിൽ നിന്ന് ഇങ്ങോട്ട് കയറണ്ട, ഇവിടെ ഉള്ളവർ തമ്മിലടിക്കുകയാണ്. പക്ഷേ ഞാൻ എന്ത് പറയാം, പ്രിയപ്പെട്ടവരെ, ക്രൂശ് എന്ത് ചെയ്തു? യേശുവിൻ്റെ രക്തം എന്ത് ചെയ്തു? നമ്മൾ വിശ്വാസികളാണെന്ന് പറയുമ്പോൾ യേശുവിൻ്റെ രക്തം നമ്മുടെ ശരീരത്തിലുണ്ടെന്നും അവൻ്റെ ചോര നമുക്ക് വേണ്ടി ചിന്തിയെന്നും നമ്മൾ സഹോദരന്മാരാണെന്നും നമ്മൾ സ്നേഹിതന്മാരാണെന്നും യേശുവിൽ നമ്മൾ ഐക്യപ്പെട്ടിരിക്കുന്നുവെന്നും ഐക്യമാണ്
നമ്മുടെ ജോലി എന്നുള്ള കാര്യം, ആ ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഒരു കാര്യം ഞാൻ പറയുന്നു, ആ ബോധം ഉണ്ടായില്ല എങ്കിൽ ഒരു വേള നമ്മൾ ന്യായവിധിയിൽ അകപ്പെട്ടു പോകുന്ന ഒരു സമയം വരും. അപ്പം നമ്മൾ രക്ഷിക്കുവാൻ, നമ്മെ സഹായിക്കുവാൻ, നമ്മെ ബലപ്പെടുത്തുവാൻ ആരുമില്ലാത്ത ഒരവസ്ഥയുണ്ടാകും. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ഈ ക്രൂശ് എന്ന് പറയുന്നത് നമ്മെ എല്ലാവരെയും നിരപ്പിക്കുന്ന അനുഭവമാണ്. നമ്മെ തമ്മിലും നമ്മെ ലോകത്തോടും നമ്മെ ദൈവത്തോടും നിരപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. ഇന്നലെ ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നു, ക്രൂശിൻ്റെ രൂപം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇറ്റ്സ് എ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ പൊസിഷൻ. നമുക്ക് പറയുന്നു, എനിക്ക് ദൈവത്തോട് പ്രതിപത്തിയുണ്ട്, എൻ്റെ ദൈവം മാത്രം എനിക്ക് മതി, എൻ്റെ സഹോദരൻ എനിക്ക് വേണ്ട, കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയും, എനിക്ക് മറ്റാരും വേണ്ട, കണ്ണടച്ച് മുറിയിലിരുന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി, എല്ലാം എൻ്റെ ദൈവം അറിയുന്നു, എല്ലാം എൻ്റെ ദൈവം ഗ്രഹിക്കുന്നു, വീണ്ടും പാടും കാഹളനാദം വാനിലൊരുമ്പോൾ പോയിടുമേ ഞാനുമെന്ന്. ഒരു പ്രസംഗൻ ഒരിക്കൽ പാടി, കാഹളനാദം വാനിലൊരുമ്പോൾ കറങ്ങിടുമേ ഞാനും. ഇവിടെ കിടന്ന് കറങ്ങും എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ക്രൂശ് നമ്മൾ ഐക്യപ്പെട്ടിരിക്കുന്നു, ക്രൂശ് നമ്മളെ ഐക്യപ്പെടുത്തിയിരിക്കുന്നു, റിക്കൺസിലിയേഷൻ ചെയ്തിരിക്കുന്നു. ക്രൂശ് നമ്മെ ദൈവത്തോട് അടുപ്പിച്ചിരിക്കുന്നു. നമ്മളെ ശത്രുക്കളായിരുന്നവരെ, കടിച്ച് തിന്നുന്ന ശത്രുക്കളായിരുന്നവരെ, ചോര കുടിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്ന നമ്മളെ, മറ്റു മനുഷ്യനെ കാണാൻ ഇഷ്ടപ്പെടാത്ത നമ്മളെ ഐക്യപ്പെടുത്തിയിരിക്കുന്നു. ജാതി ചിന്ത മാറ്റിയിരിക്കുന്നു. താണജാതിക്കാരനും ഉന്നത ജാതിക്കാരനും ആര് വന്നാലും ഒരേ നിലയിൽ സ്വീകരിക്കുന്ന, ഐക്യപ്പെടുത്തുന്ന ദൈവം. ഭാഷയ്ക്ക് വ്യത്യാസമില്ല, തരത്തിന് വ്യത്യാസമില്ല, പൊക്കത്തിന് വ്യത്യാസമില്ല, നിറത്തിന് വ്യത്യാസമില്ല. സഭയിലല്ലാതെ ഈ ഒരു ഐക്യം എവിടെ കാണും? സഭയിലല്ലാതെ, യേശുക്രിസ്തുവിൻ്റെ സഭയിലല്ലാതെ, യേശുക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ അല്ലാതെ ആരെയും സ്വീകരിക്കുന്ന, ആരെയും ഐക്യപ്പെടുത്തുന്ന, ആരെയും യോജിപ്പിക്കുന്ന, ആരെയും സമാധാനത്തിൻ്റെ വാഹകരാക്കുന്ന ആ ഒരു സന്ദേശം, ആ ഒരു ശക്തി യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ എവിടെയാണുള്ളത്? നമ്മുടെ താലിയിൽ ക്രൂശിൻ്റെ രൂപമുണ്ട്, ജീവിതത്തിലുണ്ടോ? ചില മോതിരത്തിൽ ക്രൂശിൻ്റെ രൂപമുണ്ട്, ജീവിതത്തിലുണ്ടോ? ചില ആലയത്തിൽ ക്രൂശിൻ്റെ രൂപമുണ്ട്, ജീവിതത്തിലുണ്ടോ? കല്ലറകളിൽ ക്രൂശിൻ്റെ രൂപം വയ്ക്കുന്നു, പക്ഷേ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ക്രൂശിൻ്റെ അനുഭവമുണ്ടോ? നമ്മൾ വളരെ ശ്രദ്ധിക്കുക. നമ്മളെ ഐക്യപ്പെടുത്തുന്ന, നമ്മളെ ഐക്യപ്പെടുത്തി യോജിപ്പിക്കുന്ന, നമ്മളെ പൊരുത്തക്കേടുകളെ മാറ്റി മാനുഷികമായ ഐക്യം, ദൈവത്തിൽ ഐക്യം സ്ഥാപിക്കുന്ന ഒരനുഭവം ഈ ക്രൂശിനുണ്ട് എന്നുള്ളതാണ് നാം ഗ്രഹിക്കേണ്ടത്. ആ ഒരു അനുഭവത്തിലാണ് യേശുക്രിസ്തു ക്രൂശെടുത്തത്. അതുണ്ടായില്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിനും അർത്ഥമില്ല, നമ്മൾ പാടുന്നതിനും അർത്ഥമില്ല, നമ്മൾ പ്രാർത്ഥിക്കുന്നതിനും അർത്ഥമില്ല, നമ്മൾ പ്രസംഗിക്കുന്നതിനും അർത്ഥമില്ല എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ വി ഹാവ് ടു ഐഡൻറ്റിഫൈ വിത്ത് ദ ക്രോസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഗലാത്യ ലേഖനം 2:20 I have crucified with Christ. It is no longer whom I live, but Christ who lives in me. ഞാൻ യേശുവിനോട് കൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു എത്രയോ എന്നിൽ ജീവിക്കുന്നത്. ഞാൻ പ്രാരംഭമായിട്ട് ഈ വേദഭാഗം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിനകത്ത് ഒരുപാട് വ്യത്യാസമുണ്ടായി. യേശുവിനോട് ക്രൂശിച്ചത് രണ്ട് സൈഡിലും രണ്ട് കൊള്ളക്കാരാണ്, തീവ്രവാദികളെയാണ്. പക്ഷേ ഇവിടെ പൗലോസ് പറയുകയാണ്, ഞാൻ യേശുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ യേശുവിൻ്റെ ക്രൂശിനോടുകൂടി ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുള്ളതാണ് ഈ വേദഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. 2 കൊരിന്ത്യർ 8:9 നമ്മൾ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ ഓർക്കുന്നുവല്ലോ എന്നുള്ള കാര്യം ഇവിടെ നമുക്ക് വായിക്കാൻ സാധിക്കും. എങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും യേശുവിൻ്റെ ക്രൂശുമായിട്ട്? ഞാനൊരു ഉദാഹരണം പറയാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ജയിലിലടയ്ക്കപ്പെട്ടു. അന്ന് രാത്രി 12 മണി 1 മണിക്ക് മോട്ടിലാൽ നെഹ്റു നടക്കുകയാണ് ഗാർഡനിലൂടെ. അപ്പോൾ പരിചാരകർ ചോദിച്ചു, പ്രഭോ അങ്ങ് ഉറങ്ങിയില്ലേ, എന്താണ് അങ്ങ് ഉറങ്ങാത്തത്? അപ്പോഴ് മോട്ടിലാൽ നെഹ്റു പറഞ്ഞു, എൻ്റെ മകൻ ജവഹർലാൽ നെഹ്റു ഉറങ്ങിയിട്ടില്ല. ഇന്നത്തെ ജയിൽ പോലെയല്ല അന്നത്തെ ജയിൽ. ഇന്ന് പ്രത്യേകം സുഖമാണ്, മാമ്പഴം കഴിക്കാം, ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കാം, എന്ത് വേണമെങ്കിലും ലഭിക്കുന്ന ഒരു സാധാരണ സംഭവമാണ് ഇന്നത്തെ ജയിൽ ജീവിതം. പക്ഷേ എൻ്റെ മകൻ നെഹ്റു ഉറങ്ങിയിട്ടില്ല. അപ്പോൾ നെഹ്റുവിൻ്റെ വേദന പിതാവിൻ്റെ വേദനയായി മാറി. നെഹ്റുവിൻ്റെ ഉറക്കമില്ലായ്മ പിതാവിൻ്റെ ഉറക്കമില്ലായ്മയായി മാറി. യേശുക്രിസ്തുവിൻ്റെ വേദന, ക്രൂശിൻ്റെ വേദന, യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൽ പതിച്ച ആണികളുടെ വേദന,
യേശു അനുഭവിച്ച വേദന നമ്മുടെ വേദനയായി മാറുന്നതാണ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഐ ഹാവ് ഐഡൻറ്റിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്. ഇറ്റ് ഈസ് നോ ലോങ്ങർ ഹൂം ഐ ലീവ് ബട്ട് ക്രൈസ്റ്റ് ഹു ലീവ്സ് ഇൻ മീ. ഞാൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന ഒരു അനുഭവം നിങ്ങൾക്ക് മനസ്സിലായെന്നറിയാൻ പാടില്ല. മറ്റൊരു ഉദാഹരണം കൂടെ ഞാൻ പറയാനായിട്ട് ശ്രമിക്കാം. തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റൽ സെല്ലിൽ പേപ്പട്ടി വിഷബാധിതനായി മരണം വരിക്കാനായ അവസാന നിമിഷം ഒരു മകൻ, കുടുംബാംഗങ്ങൾ കാത്ത് അങ്ങനെ നിൽക്കുകയാണ്. ഡോക്ടർ പറഞ്ഞു, ഇനി അവസാന നിമിഷമാണ്, ആരും അവനെ തൊടുകയോ സ്പർശിക്കുകയോ ചെയ്യരുത്. ഡോറങ്ങ് അടച്ചു. പക്ഷേ ഞാൻ ഒരു മനോരമ പത്രത്തിലാണ് പാറക്കോണം പള്ളിയിരിക്കുമ്പോൾ രാവിലെ ഞാൻ പത്രം കൊണ്ട് നോക്കിയപ്പോൾ ഇതാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. എന്നിട്ടൊരു കറുത്ത കരം ജനലിലൂടെ മകൻ്റെ നെഞ്ചത്ത് പതിക്കുകയാണ്, നെഞ്ചത്ത് വയ്ക്കുകയാണ്. ആ പിതാവിന് ആ രംഗം കണ്ടിരിക്കാൻ പറ്റുന്നില്ല, തൻ്റെ മകൻ്റെ മരണം. മറ്റെല്ലാവരും മാറി നിന്നപ്പോൾ, ഡോക്ടർ എല്ലാവരും മാറി നിൽക്കാൻ പറഞ്ഞപ്പോൾ, ആ സ്നേഹത്തിൻ്റെ ആഴം ആ മകൻ്റെ മരണസമയത്ത് അപ്പൻ്റെ കരം ആ മകൻ്റെ നെഞ്ചിലോട്ട് സ്പർശിക്കുകയാണ്. തുടരുത്, അപാരമാണ്, നോക്കരുത്, ഭയാനകമാണ്, ഭയങ്കരമാണെന്ന് ലോകം പറയുമ്പോൾ, പിശാചി വിളിച്ചു പറയുമ്പോൾ, മറ്റ് പലരും പറയുമ്പോൾ, നമ്മുടെ മനസ്സ്, നമ്മുടെ ഉള്ള്, നമ്മുടെ ഹൃദയം, നമ്മുടെ അന്തരംഗം യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലേക്ക് തൊടുകയാണ്, വിശ്വാസത്തിൽ തൊടുകയാണ്, വിശ്വാസത്താൽ സ്പർശിക്കുകയാണ്. ദാറ്റ് ഈസ് വാട്ട് ദ പവർ ഓഫ് ഗാഡ്. അങ്ങനെ സ്പർശിക്കുകയാണ്. മോന് രോഗം വരുമ്പോൾ അമ്മയ്ക്ക് വേദന, അപ്പന് വേദന, പ്രിയപ്പെട്ടവർ ദുഃഖം വരുമ്പോൾ വേദന. എന്താണ് അവരെ ആ വേദനയിലേക്ക് നമ്മൾ ചെന്നെത്തുകയാണ്. റിയൽ പ്രെയർ എന്ന് പറയുന്ന അതാണ്. എല്ലാ സ്ഥലത്തും എപ്പോഴും പ്രാർത്ഥിക്കാൻ സാധിക്കുകയില്ല. ഒരു രോഗി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. വളരെ സഭയെ സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ്. പെട്ടെന്ന് ഒരു അറ്റാക്ക് ഉണ്ടായി. ഞാൻ ചെന്ന് പ്രാർത്ഥിച്ചു. ഇങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിച്ചത്, കർത്താവേ, നീയാണ് എന്നെ വിളിച്ചത്, നീയാണ് എനിക്ക് ഓർഡിനേഷൻ തന്നത്, നീയാണ് എനിക്ക് കരസ്പർശിക്കുവാനുള്ള അവകാശം തന്നത്. അതുകൊണ്ട് നീ തന്ന ഓർഡിനേഷൻ കൊണ്ട്, നീ തന്ന പവർ കൊണ്ട്, നീ തന്ന ശക്തി കൊണ്ട് ഈ രോഗിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ മനുഷ്യന് സൗഖ്യം കൊടുക്കണം. ഇപ്പോഴും ആ മനുഷ്യൻ ജീവിച്ചിരിക്കുകയാണ്. ജലഹള്ളി പള്ളിയിലെ സഹനവച്ചൻ തുടങ്ങിയ ആ പള്ളിയിലെ അച്ഛനോടുകൂടി പ്രവർത്തിച്ച, ഓടി നടന്ന, അദ്ദേഹത്തിൻ്റെ കമ്പനി പൂട്ടിയിട്ടിട്ട് ഓടി നടന്ന് പ്രവർത്തിച്ച ആ മനുഷ്യനുണ്ട്. ഞാനങ്ങനെ പ്രാർത്ഥിച്ചു പോയി. ചിലപ്പോൾ നമുക്കങ്ങനെ പ്രാർത്ഥിക്കാൻ തോന്നുകയില്ല, പക്ഷേ ഞാനങ്ങനെ പ്രാർത്ഥിച്ചു പോയി. ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം സൗഖ്യം നൽകി എന്ന് എനിക്ക് മനസ്സിലാക്കാനും നേരിട്ട് അനുഭവിക്കാനും സാധിച്ചു എന്നുള്ളത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ ക്രൂശിനെ സ്നേഹിക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. ക്രൂശിനെ ഇഷ്ടപ്പെടുവാനാണ് വന്നിരിക്കുന്നത്. ക്രൂശുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുവാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. ക്രൂശിൻ്റെ അഭിമാനം, പ്രസ്റ്റീജ് വിളംബരം ചെയ്യുവാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. മാത്രമല്ല, ക്രൂശ് എടുക്കുവാനാണ്, ക്രൂശിനെ സ്വീകരിക്കുവാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഒരു കോമൺ സേയിങ്ങിനുണ്ട്, മസ്റ്റ് ജീസസ് ബെയർ ദ ക്രോസ് എലോൺ ആൻഡ് ഓൾ ദ വേൾഡ് ഗോ ഫ്രീ. നോ, there is a cross for everyone and there is a cross for me and you. എല്ലാവർക്കും ക്രൂശുണ്ട്. നമ്മൾ പലപ്പോഴും ക്രൂശ് വേണ്ട എന്ന് പറയും. എനിക്ക് ക്രൂശ് വേണ്ട, എനിക്ക് വേദന വേണ്ട, എനിക്ക് കടം വേണ്ട, എനിക്ക് കഷ്ടപ്പാട് വേണ്ട. നിങ്ങളുടെ ക്രൂശ് എടുക്കുമ്പോൾ, നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ശക്തി എന്ന് പറയുന്നതാണ്. ഞാൻ ചെറിയൊരു ചിത്രം കണ്ടു. പഴയ ഒരു ബൈബിളുണ്ടായിരുന്നു. ഒരു മനുഷ്യൻ ഒരു ഭാരം ചുമന്നുകൊണ്ട് പോകുന്നു. അതിൻ്റെ പുറകെ മറ്റൊരു മനുഷ്യന് ഭാരമുണ്ട്. പക്ഷേ ഈ ഭാരം വഹിക്കുന്ന മനുഷ്യൻ ആ മുമ്പത്തെ ഭാരത്തെ ഒന്ന് താങ്ങിക്കൊടുക്കുകയാണ്. ഇങ്ങനെ നിരനിരയായി ആളുകൾ യാത്ര ചെയ്യുകയാണ്. ഒരുത്തൻ്റെ ഭാരം മറ്റൊരു ഭാരം എടുക്കുന്നു. നമ്മൾ യേശുക്രിസ്തുവിൻ്റെ നമ്മൾ ക്രൂശ് എടുത്തിരിക്കുമ്പോൾ, ക്രൂശ് വഹിക്കാൻ വയ്യാതെ വരുമ്പോൾ, എനിക്കിത് എടുക്കാൻ വയ്യ കർത്താവേ, എനിക്കിത് ചുമക്കാൻ വയ്യ കർത്താവേ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിനെ നോക്കുക. അത് നമ്മുടെ ശക്തിയാണ്. അനുഭവം പങ്കുവയ്ക്കുക. ആ ക്രൂശ് നമ്മൾ എടുക്കുമ്പോൾ, ആ ക്രൂശിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ക്രോസ് ലഘുവായി തീരുമെന്നാണ് ദൈവത്തിൻ്റെ വചനത്തിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ക്രൂശ് വരട്ടെ പറയുക, പക്ഷേ കർത്താവേ, എനിക്ക് സഹിക്കാനുള്ള ആ മനസ്സും ആ ശക്തിയും കൂടെ തരണമേ എന്നുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷമായി തീർന്നിരിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം 20-21 വാക്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഉയർത്തെഴുന്നേറ്റ് യേശു അടഞ്ഞ മുറിയിൽ പേടിച്ചിരിക്കുന്ന ശിഷ്യന്മാരുടെ അടുക്കൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത് വളരെ ശ്രദ്ധേയം. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞിട്ട് യേശു കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ വളരെ സന്തോഷിച്ചു. പിന്നെയും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും അയക്കുന്നു എന്ന് പറഞ്ഞു.
അപ്പോൾ പിതാവ് എന്നെ അയച്ചപ്പോൾ യേശുവിന് എന്താ കിട്ടിയത്? ഈ പാവങ്ങളെ വെറുതെ വിടുന്ന ആളുകളുണ്ട്. എനിക്ക് അറിഞ്ഞൂടാ, ഐ എം വെരി സോറി. ഈ അച്ഛന്മാർക്ക് എന്തോന്ന് കിട്ടും? ശിഷ്യന്മാർക്ക് എന്തോന്ന് കിട്ടി? കൈയും വിലാപ്പുറവും കാണിച്ചു, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. നിങ്ങൾ ദൈവഭാഗത്ത് നിൽക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട വിശ്വാസികളെ, നിങ്ങൾ താല്പര്യമുള്ളവരായതുകൊണ്ടാണ് ഇവിടെ വന്നത്. അല്ലെങ്കിൽ വന്നിരിക്കാൻ വേണ്ട ആവശ്യമൊന്നുമില്ല. വേറെ പരിപാടി, ടി വിയിൽ എന്തെല്ലാം പരിപാടിയുണ്ട്. നിങ്ങൾ ഈ ഭാഗത്തായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ക്രൂശുണ്ട്. യേശു പറയുകയാണ്, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് മുറിയും, നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട്. ഇന്നും നാളെയും പ്രത്യേകിച്ച് ഇലക്ഷൻ്റെ ടൈം ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുകയാണ്. ഒരുപാട് ശരങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, മനസ്സറിയാത്ത കാര്യങ്ങൾക്ക് ഒരുപാട് ക്രൂശുണ്ട്, ഒരുപാട് വേദനയുണ്ട്. പച്ച മനുഷ്യരാണ് ഇവരൊക്കെ, പച്ച മനുഷ്യരാണ്. ഒരുപാട് ദുഃഖമുണ്ട്, ഒരുപാട് ക്ലേശമുണ്ട്, മാനസികമായ വേദനയുണ്ട്. പക്ഷെ ദൈവം പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എന്നിട്ട് ഊതി പരിശുദ്ധാത്മാവിനെ കൊടുത്തു ഇത് സഹിക്കുവാൻ, ഇതിനെ നേരിടുവാൻ. ഊതി പരിശുദ്ധാത്മാവിനെ കൊടുത്തിട്ട് പറഞ്ഞു, ആരുടെയെങ്കിലും പാപം നിങ്ങൾ നിർത്തുന്നുവെങ്കിൽ നിർത്തും, അത് നിർത്താതിരിക്കുന്നുവെങ്കിൽ നിർത്താതിരിക്കും. പവറും കൊടുത്തു, പാപമോചന പവറും കൊടുത്താണ് തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞയച്ചതെന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് ക്രൂശ് നമ്മൾ എടുക്കുമ്പോൾ അതിൽ വേദനയുണ്ട്, ദുഃഖമുണ്ട്. പക്ഷെ അതെന്നേക്കും സ്ഥിരമായിരിക്കുകയില്ല. അതിന് ഗ്ലോറിഫിക്കേഷൻ ഉണ്ട്. ഫിലിപ്പിയ ലേഖനത്തിൽ ആ ഗ്ലോറിയെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അവൻ യേശുവിനെ ഏറ്റവും ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ആ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. വീണ്ടും നമ്മൾ ക്രൂശിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇറ്റ് ഈസ് എ പവർഫുൾ ഫോഴ്സ് ഓഫ് ലവ്. ഇറ്റ് ഈസ് പവർ അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് എ മീനിങ് സിംബൽ ഓഫ് ലവ്. സ്നേഹത്തിൻ്റെ പ്രതീകമാണ് ക്രൂശ് എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം എന്തുമാത്രം അളക്കുവാൻ സാധിക്കുമെന്ന് നിശ്ചയിക്കുന്ന ഒരു കാര്യമാണ് ക്രൂശ് എന്ന് പറയുന്നത്. ആ ക്രൂശിൽ ദൈവം തൻ്റെ പുത്രൻ നൽകി, God so loved the world and he gave his begotten son, those who believed on him should not perish. പിതാവ് പുത്രനെ തന്നു. എന്തിനു വേണ്ടി? നമ്മെ രക്ഷിക്കുവാൻ. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹം, ദൈവം വാരിച്ചൊരിഞ്ഞ സ്നേഹം നമ്മൾ മനസ്സിലാക്കുന്നത് യേശുവിൻ്റെ ക്രൂശിലൂടെയാണ്. യേശുവിൻ്റെ ക്രൂശ് നമുക്ക് വെറും ദുഃഖം മാത്രമല്ല പ്രദാനം ചെയ്യുന്നത്. ആഴമായി സ്നേഹിക്കുമ്പോൾ, ആഴമായിട്ട് അടുത്തു വരുമ്പോൾ, ആഴമായിട്ട് ആദരിച്ചുകൊണ്ട് ആ ക്രൂശിനെ നമ്മൾ മാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം എന്തുമാത്രം മനുഷ്യന് വേണ്ടി വാരിച്ചൊരിഞ്ഞിരിക്കുന്നു എന്നുള്ള ആ ഒരു പ്രത്യാശ, ആ ഒരു അനുഗ്രഹം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ചോദിക്കും, എന്നെ ഇത്രത്തോളം സ്നേഹിക്കാൻ എന്തുണ്ട് കർത്താവേ? ഇത്രത്തോളം സ്നേഹിക്കാൻ ഒരു പാട്ടുമുണ്ട്, ഞാൻ പാടുന്നില്ല ഇപ്പോഴും. ഇത്രത്തോളം എന്നെ കൊണ്ടുവരാൻ ഞാൻ എന്തുണ്ട്? ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിച്ചല്ലോ. ആ ക്രൂശീകരണ സമയത്ത് അങ്ങയുടെ പുത്രനെ അങ്ങ് നോക്കാതെ ഞങ്ങളെയല്ലേ നോക്കിയത്? നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളെ സദാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനെ എത്രയാ നമുക്കുള്ളത്. നമ്മുടെ എല്ലാ പരീക്ഷകളും അവൻ്റെ മേലായി, നമ്മുടെ പാപങ്ങൾ അവൻ്റെ മേലായി. അവനൊരു പാപപരിഹാര യാഗമായി തീർന്നു. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം അവൻ്റെ മേലായി. നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ കഷ്ടങ്ങൾ, നമ്മുടെ ഭാരങ്ങളെല്ലാം അവൻ്റെ മേലായി. അവൻ വഹിക്കുന്ന, എൻ്റെ ദൈവമേ നീ എന്നെ എന്ന് കരയത്തക്ക രീതിയിൽ, നിലവിളിക്കത്തക്ക രീതിയിൽ നമ്മുടെ ഭാരങ്ങളെല്ലാം, വരും കാലഘട്ടത്തിൽ ഇന്ന് ജനിക്കുവാനുള്ള വ്യക്തികളുടെ ഭാരങ്ങളെല്ലാം അവൻ്റെ മേലായി. ആ യാഗമൃഗത്തിലായി. ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് സ്നാപക യോഹന്നാൻ വിളിച്ചു പറഞ്ഞ ആ കുഞ്ഞാടിൻ്റെ മേൽ നമ്മുടെ എല്ലാ പാപങ്ങളും ഭാരങ്ങളും വഹിച്ച സന്ദർഭമായിരുന്നു യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണമെന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ അഭിമാനത്തിൻ്റെ ഭാഗമായി തീർന്നു. ദൈവത്തിൻ്റെ സ്നേഹം എന്തുമാത്രം ആഴമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സന്ദർഭം കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ചൈനയിൽ ബോക്സർ എന്ന ഒരു തീവ്രവാദ സംഘടനയുണ്ടായിരുന്നു. 1890 മെയ് 17 ഒരു ക്രിസ്തീയ മിഷണറി സ്കൂളിനെ വളഞ്ഞു. സ്കൂളിൻ്റെ വാതിലുകളെല്ലാം അടച്ചു പൂട്ടി. എന്നിട്ടൊരു വാതിൽ തുറന്നിട്ടു. അതിൻ്റെ മുമ്പിലായിട്ടൊരു ക്രൂശിട്ടു. ക്രൂശിട്ടതിന് ശേഷം ഈ പടയാളികൾ പറഞ്ഞു, ഈ തീവ്രവാദികൾ പറഞ്ഞു, ഈ ക്രൂശിൽ ചവിട്ടിപ്പോകുന്നവർക്ക് രക്ഷപ്പെടാം, എല്ലാവർക്കും രക്ഷപ്പെടാം. പക്ഷെ ഒരു കാര്യം, ഈ ക്രൂശിൽ ചവിട്ടണം. ചിലരൊക്കെ അതൊരു മരക്കഷ്ണമല്ലേ, ഒരു യാഥാർത്ഥ്യമല്ലല്ലോ എന്ന് പറഞ്ഞ് കുറച്ച് കുട്ടികളെല്ലാം ക്രൂശിനെ ചവിട്ടിക്കൊണ്ടുപോയി. ഒരു ബാലിക ക്രൂശിനെ നോക്കി നിന്നു.
നോക്കി അല്പനേരം നിന്നിട്ട് അവൾ മുന്നോട്ട് വന്ന് ഈ ക്രൂശിനെ എടുത്ത് അവൾ ചുംബിച്ചു. അവൾ വെടിയേറ്റ് രക്തത്തിൽ കുതിർന്ന് നിലംപതിച്ചു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മാത്രമല്ല, എന്നാൽ പിന്നീട് വന്ന 92 കുട്ടികളും ഈ ക്രൂശിനെ എടുത്ത് ചുംബിച്ച് വെടികൊണ്ട് മരിച്ചു വീണ ഒരവസ്ഥയാണ്. അപ്പോൾ ക്രൂശ് എന്ന് പറയുന്നത് നമ്മെ പിന്നിലോട്ട് വലിക്കുന്ന ഒരു ശക്തിയല്ല. ക്രൂശ് എന്ന് പറയുന്നത് ഈസ് അവർ ഫോഴ്സ് ആൻഡ് പവർ, ബിക്കോസ് ജീസസ് ക്രൈസ്റ്റ് ഡൈഡ് ഓൺ ദ ക്രോസ്. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു. നമ്മുടെ ഫോഴ്സാണത്, നമ്മുടെ ശക്തിയാണ്. നമുക്ക് മുന്നോട്ട് പോകാനുള്ള ശക്തിയും ബലവും പകരുന്ന ഒന്നാണ് ഈ ക്രൂശ് എന്ന് പറയുന്നത്. ആ ഒരു ക്രൂശിൻ്റെ ആ ശക്തി അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാൾ യോഹന്നാൻ പത്മസിൽ പോയി അവിടെ കഷ്ടത സഹിച്ചു. വെളിപ്പാട് രചന നടത്തി, ദൈവം പറഞ്ഞു കൊടുത്ത്, യേശു പറഞ്ഞു കൊടുത്ത്, ദൂതൻ മുഖാന്തരം പറഞ്ഞു കൊടുത്ത്. യോഹന്നാൻ വേറെ എഴുത്തുകാരനായിരുന്നു. യേശുവാണ് ആ പുസ്തകത്തിൻ്റെ ഗ്രന്ഥകർത്താവ്. ഈ പുസ്തകം എഴുതി സഭയ്ക്ക് കൊടുത്തു. അപ്പോൾ ഈ പുസ്തകത്തിലൂടെയാണ് വേദപുസ്തകം പൂർണ്ണമായി തീരുന്നത്. ആ യോഹന്നാൻ മാത്രം തിരിച്ചു വന്ന് ദീർഘായുസോടുകൂടി ജീവിച്ചു. മറ്റെല്ലാ ശിഷ്യന്മാരും കുന്തം കൊണ്ട് കുത്തേറ്റും ഗുണനാകൃതിയിലുള്ള ക്രൂശിലും അതുമാത്രമല്ല അമ്പേറ്റും ഒക്കെ മരിച്ച പാരമ്പര്യമാണ് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത്. അങ്ങനെ പത്രോസ് തൻ്റെ ശുശ്രൂഷ ചെയ്തു വന്നപ്പോൾ റോമിൽ ഒരു അറിയിപ്പ് കിട്ടി. പത്രോസിനെ പിടിക്കാൻ പോവുകയാണ്, പത്രോസിനെ നീറോ ക്രൂശിക്കാൻ പോവുകയാണ്. അപ്പോൾ സഭ പറഞ്ഞു, പത്രോസ് ഇത്രയും കാലം നല്ല ശുശ്രൂഷ ചെയ്തു, അതുകൊണ്ട് അങ്ങ് എവിടെയെങ്കിലും ഓടി ഒളിക്കണം. പത്രോസ് ആ റോം വിട്ട് ഓടി എന്ന് നമുക്ക് ആ പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. റോം വിട്ട് ഓടി. അങ്ങനെ ഓടി അങ്ങോട്ട് പോകുമ്പോൾ ഒരാൾ ഇങ്ങോട്ട് വരികയാണ്. യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു. പത്രോസ് ചോദിച്ചു, അങ്ങ് എവിടെ പോകുന്നു? യേശു പറഞ്ഞു, കോവാദീസ് ഡോമിനോ, ക്രൂശിക്കപ്പെടുവാൻ പോകുന്നു. പത്രോസ് അല്പസമയം നിന്നു. പത്രോസ് തിരിഞ്ഞു നടന്നു. റോമിൽ തിരിച്ചു വന്നപ്പോൾ കുടുംബത്തെ പിടിച്ചിരിക്കുകയാണ്. മക്കളെ കൊന്നു, ഭാര്യയെ കൊന്നു. പത്രോസ് പറയുകയാണ്, എനിക്ക് യേശുക്രിസ്തു മരിച്ചതുപോലെ മരിക്കാൻ യോഗ്യതയില്ല, അതുകൊണ്ട് എന്നെ തലകീഴായി ക്രൂശിക്കണം, എന്നെ തലകീഴായി ക്രൂശിക്കണം. ക്രൂശ് വേണ്ട എന്ന് പറഞ്ഞവൻ, നീ വേലധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞവൻ, എനിക്ക് പ്രിയമുണ്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചവൻ, അവസാനം ഉത്തരം മുട്ടിയപ്പോൾ എല്ലാം നീ അറിയുന്നു എന്ന് പറഞ്ഞവൻ, ക്രൂശിനെ പേടിച്ച് ഓടിയവൻ, ഇതാ ക്രൂശിലേക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. എൻ്റെ കർത്താവിനെ നേരെ ക്രൂശിച്ചു, എന്നെ തലകീഴായി ക്രൂശിക്കണം എന്ന് പത്രോസ് പറഞ്ഞതായിട്ട് എനിക്ക് ആ പുസ്തകത്തിൽ നിന്ന് വായിക്കാനായിട്ട് സാധിച്ചു. നീറോയെ കുറിച്ച് എനിക്ക് അടുത്ത സമയത്തുള്ള അറിവ്, നീറോ താൻ മരിക്കുന്നതിന് മുമ്പ് റോമിലെ ക്രിസ്ത്യാനികളെ ഉന്മൂലമാക്കാൻ ശബ്ദം ചെയ്ത രാജാവായിരുന്നു. വെട്ടിക്കൊല്ലുക, ജീവനോടെ തീ കൊളുത്തുക, മൃഗത്തിൻ്റെ മുമ്പേ തോലിൽ ചുറ്റി മനുഷ്യനെ എറിഞ്ഞു കൊടുക്കുക. പിന്നെ ഈ മനുഷ്യനാണ് പത്രോസിനെയും പൗലോസിനെയും ഒക്കെ കൊന്നതും ക്രൂശിച്ചതും. അങ്ങനെ നീറോ യുദ്ധഭൂമിയിലായിരിക്കുമ്പോൾ തൻ്റെ നെഞ്ചിൽ ഒരു അമ്പ് പതിച്ചു. അത് കണ്ട മന്ത്രി ഓടിച്ചെന്ന് ആ അമ്പ് നെഞ്ചിൽ നിന്ന് വലിച്ചൂരി രക്തം അതിശക്തിയായി ചീറ്റി. ഒടുവിൽ അദ്ദേഹം നിലവിളിച്ചു, നസറേനായ യേശുവേ, അങ്ങാണ് രാജാവ്, അങ്ങാണ് രാജാവ്, നസറേനായ യേശുവേ, അങ്ങാണ് രാജാവ്. യുദ്ധം കൊണ്ട് ലോകത്തിൽ സമാധാനം സ്ഥാപിക്കുവാനും പവർ ഉണ്ടാക്കാനും ശ്രമിച്ച അലക്സാണ്ടർ നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹം യുദ്ധഭൂമിയിൽ നിന്ന് ഒരിക്കൽ അറബിക്കണ്ണ നോക്കിയിട്ട് പറഞ്ഞു, കടലേ, നീ ഒരു കരയായിരുന്നെങ്കിൽ നിന്നിലും എൻ്റെ കൊടി കുത്തുമായിരുന്നു. അവസാനം ഒരു പനി പിടിച്ചപ്പോൾ അലക്സാണ്ടർ പടയാളികളെടുത്ത് പറഞ്ഞു, എന്നെ നാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ എൻ്റെ 2 കരവും വെളിയിലിട്ടേക്കണം, ആ ശവമഞ്ചത്തിൻ്റെ വെളിയിൽ 2 കരം ഇട്ടിരിക്കണം. ഞാനൊന്നും കൊണ്ടുപോയില്ല. മല്ലന്മാരും മഹാരഥന്മാരും മറ്റ് വ്യക്തികളും യുദ്ധം കൊണ്ട് ഒരു സാമ്രാജ്യം കെടുക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ എൻ്റെ യേശു ക്രിസ്തു കാൽവരി ക്രൂശിലൂടെ, സ്നേഹത്തിലൂടെ യേശു ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാനായിട്ട് ശ്രമിച്ചു. ഇന്നും ലോകത്തിൽ ആരാധകരുണ്ട്, ഇന്നും ലോകത്തിൽ പിൻഗാമികളുണ്ടെന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നമുക്ക് ക്രൂശിനെ സ്നേഹിക്കാൻ കഴിയുമോ? ക്രൂശിനെ ഇഷ്ടപ്പെടാൻ കഴിയുമോ? ക്രൂശിൽ നമുക്ക് അഭിമാനിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം നാം ചിന്തിക്കുക. എൻ്റെ ഈ ചുരുങ്ങിയ വാക്കുകളുണ്ട് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്, ക്രൂശിൽ അഭിമാനം കണ്ടെത്തുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ക്രൂശ് എന്ന് പറയുന്ന ഒരു മരക്കഷ്ണമല്ല, ഒരു സ്വർണം കൊണ്ടുണ്ടാക്കിയ സാധനമല്ല. ക്രൂശ് എന്ന് പറയുന്നൊരു എക്സ്പീരിയൻസാണ്. അത് നമ്മൾ പ്രാപിക്കുക.
യേശുക്രിസ്തുവിൻ്റെ ക്രൂശിനെ നോക്കുക, ശക്തി പ്രാപിക്കുക, മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. യേശു എൻ സ്വന്തം, ഹല്ലേലൂയ, എന്നോടെ ഭാഗ്യം ചൊല്ലിക്കൂടാ, പഴയതെല്ലാം കഴിഞ്ഞു പോ, കണ്ടാലും സർവം പുതിയതാ. എനിക്കു പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും തൻ കുരിശും. എനിക്കു പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും തൻ കുരിശും. നമുക്ക് ഒരുമിച്ച് പാടാം. എനിക്കു പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും തൻ കുരിശും. എനിക്കു പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും തൻ കുരിശും. ദൈവമായ കർത്താവേ, വിശ്വാസത്തിൽ ക്രൂശിൽ ചേർത്തടിക്കപ്പെട്ട കരങ്ങളിൽ ഞങ്ങൾ മുത്തുന്നു കർത്താവേ. വിശ്വാസത്തിൽ കർത്താവേ, അങ്ങയുടെ പാദത്തിൽ അടിക്കപ്പെട്ട ആണിപ്പാടുള്ള ഭാഗത്ത് ഞങ്ങൾ മുത്തുന്നു കർത്താവേ. അങ്ങയുടെ ഹൃദയം തുറന്ന് രക്തവും വെള്ളവും ഒഴുകി വിശ്വാസത്തിൽ ഞങ്ങൾ അങ്ങയെ കെട്ടിപ്പിടിക്കുകയാണ്. അവിടുത്തെ മുഖത്ത് ഞങ്ങൾ ചുംബിക്കുകയാണ് കർത്താവേ. ഞങ്ങൾ വിശ്വാസത്തിൽ അടുത്ത് വരികയാണ്. അങ്ങ് തൊട്ട ക്രൂശ് അനുഗ്രഹിക്കപ്പെട്ടു കർത്താവേ. ഞങ്ങളോടങ്ങ് പറയുന്നു, നീ ക്രൂശിനെ സ്നേഹിക്കണമെന്ന്. എന്ത് പ്രതികൂലം വന്നാലും ശരി, എത്ര പ്രതിസന്ധി വന്നാലും ശരി, എന്തുമാത്രം അപായമാണ് ജീവിതം എന്ന് ചിന്തിച്ചാലും ശരി, കർത്താവേ, ഞങ്ങളുടെ ക്രൂശ് എടുത്തും കൊണ്ട് അങ്ങയെ അനുഗമിപ്പാൻ ഞങ്ങൾ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ക്രൂശ് അന്ത്യമല്ല, അവസാനമല്ല. ക്രൂശിലൊരാരംഭമുണ്ട്, ഉയർപ്പിൻ്റെ ആരംഭമുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അങ്ങയോടുകൂടി അടക്കപ്പെടുകയും അങ്ങയോടുകൂടി കർത്താവെ ഉയർക്കുകയും അങ്ങയോടുകൂടി ജീവിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവത്തിൽ ഞങ്ങളെ കൊണ്ടെത്തിക്കുവാൻ അങ്ങ് മരിച്ച ക്രൂശിലൂടെ ആ കർത്താവെ അതിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും ആ രക്തത്തിലൂടെ മാത്രമേ വീണ്ടെടുപ്പുള്ളൂ എന്നും ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഈ കൺവെൻഷൻ യോഗത്തിൻ്റെ കർത്താവ് 70ാമത്തെ വർഷത്തെ ഈ കൺവെൻഷൻ യോഗത്തിൻ്റെ ഈ അവസാന നിമിഷത്ത് ഞങ്ങൾ വരികയാണ്. അതിലേക്ക് എന്തെങ്കിലും തടസ്സമുണ്ടായിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഞങ്ങൾ തെറ്റായി ചിന്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ, വിശ്വാസത്തോടുകൂടി ആ ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് ഞങ്ങൾക്ക് വേണ്ടി കരഞ്ഞ, ഞങ്ങളെ സ്നേഹിച്ച, ഞങ്ങൾക്ക് വേണ്ടി കൈ നീട്ടിക്കൊടുത്ത കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി മുൾക്കിരീടം അടിച്ച് വേദന അനുഭവിച്ച ആ യേശുവിൻ്റെ അടുക്കലേക്ക് ഞങ്ങൾ വരികയാണ് കർത്താവെ. അതുകൊണ്ട് തടസ്സമില്ലാതെ കർത്താവെ ഞങ്ങളെ അങ്ങ് ചേർത്ത് കൊള്ളുകയും അങ്ങോടുകൂടി ചേരപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങളെ കൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട കർത്താവെ, കൺവെൻഷൻ യോഗത്തിനായി പ്രത്യേക സ്തോത്രം പറയുന്നു. എന്തുമാത്രം കഷ്ടപ്പാടുകൾ അവർ സഹിച്ചു കർത്താവെ. ഒരുപക്ഷെ ക്രൂശിൻ്റെ അനുഭവത്തിൽ അവർ സഞ്ചരിച്ചിട്ടുണ്ടാകാം, വേദനിച്ചിട്ടുണ്ടാകാം കർത്താവെ. ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ദൈവം വിശ്വസ്തനായ ദൈവം, ശക്തിയുള്ള ദൈവം, ആരാധ്യനായ ദൈവം, ആഴമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്കുള്ളതുകൊണ്ട് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം പറയുന്നു. അന്ത്യം വരെയും ഞങ്ങളുടെ വിശ്വാസയാത്ര തുടരുവാൻ സഹായിക്കണമേ. പ്രിയപ്പെട്ട അച്ഛന്മാരെ അനുഗ്രഹിക്കണമേ കർത്താവെ. ഭാരങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട് കർത്താവെ, പ്രതികൂലങ്ങളുണ്ട്, അവരെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കമ്മിറ്റി അംഗങ്ങളെ, കൊയർ സംഘത്തെ, ഇവിടെ വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, ഇതിന് കാരണഭൂതമായിരിക്കുന്ന എല്ലാവരെയും, ഇതിലേക്ക് വേണ്ടി കൈനീട്ടിയ പ്രിയപ്പെട്ടവരെയും എല്ലാവരെയും, നല്ല ഉപദേശങ്ങൾ തന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളെ നടത്തിയ പൂർവികന്മാരെയും ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവിടുത്തെ കൃപ ഞങ്ങളോടുകൂടെ ഇരിക്കണമേ. മാനവും മഹത്വവും എന്നെ എടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.